SDPIയുടെയും ജമാഅത്തെയുടെയും സഹായം എല്ലാ വഴിവിട്ട മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി UDF നേടിയെടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഔപചാരികമായ വിജയപ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ SDPI UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പതാക ഉയർത്തി പ്രകടനം നടത്തിയത്. ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുക. എവിടെ എത്തി UDF? എവിടത്തേക്കെത്തി? അല്ല, CPM മാത്രമല്ല, BJPയും പറയാണ് രണ്ടുപേർക്കും ഒരേ നാവും ഒരേ ശബ്ദവുമാണ്. എനിക്ക് BJPക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഈ BJPക്ക് വോട്ട് പറഞ്ഞതിന് CPMന് എന്തിനാണ് ഇത്ര സങ്കടം? 50,000 വോട്ട് 2021 ഈ ശ്രീധരൻ പിടിച്ച വോട്ട് 39,000 ആയി അല്ലേ? അപ്പോൾ BJPയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJPക്കാരെക്കാൾ സങ്കടം CPMനാണ്. അന്ന് ശ്രീധരനെ കിട്ടിയത് എനിക്ക് BJPക്കാരോട് ചോദിക്കാനുള്ള അന്ന് SDPIക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടാണോ അന്ന് ഈ ശ്രീധരനെ കിട്ടിയത്? ഇവിടെ BJPയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടന്ന് ഈ ശ്രീധരൻ പിടിച്ചു. ആ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു പിടിച്ചു. നമുക്ക് കിട്ടി, അത് കിട്ടി. അതെങ്ങനെയാണ് SDPIയുടെ വോട്ടാവുന്നത്? ജയപരാജയങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ചേലക്കരയിലെ LDFന്റെ മിന്നും ജയം, പാലക്കാട്ടെ UDFന്റെ ഡബിൾ ധമാക്ക വിജയം, വയനാട്ടെ പ്രിയങ്കയുടെ മുന്നേറ്റം. കണക്കെടുപ്പിൽ പക്ഷേ മുഴച്ചു നിൽക്കുന്നത് വർഗീയ ബന്ധ ആരോപണങ്ങളാണ്. ജനാധിപത്യ വിജയങ്ങളെ വർഗീയതയുമായി കൂട്ടിക്കെട്ടൽ, വോട്ട് ചെയ്ത വോട്ടർമാരെ അവഹേളിക്കലല്ലേ, ജനവിധിയെ അധിക്ഷേപിക്കലല്ലേ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജെക്സി തോമസ്, ശ്രീ റോജി എം ജോൺ, ശ്രീ KVS ഹരിദാസ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. നിയുക്ത MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടയ്ക്ക് കുറച്ച് സമയം ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അല്പസമയത്തിനും ജെക്സി തോമസ് എത്തുമെന്നാണ് കരുതുന്നത്. ഏതോ പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ആദ്യ സമയം തന്നെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധി കിട്ടാത്തത് സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. അല്പസമയത്തിനകം ജെക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ റോജി എം ജോൺ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയപ്രഖ്യാപനം ഉണ്ടായില്ല. വിജയപ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പാലക്കാട് ഈ SDPI നടത്തിയ ഒരു പ്രകടനം ചൂണ്ടിക്കാട്ടിയാണ് ഇതിൻ്റെ ഈ വിജയാവകാശത്തിൻ്റെ ആദ്യ അവകാശികൾ ഞങ്ങളാണ് എന്ന മട്ടിൽ SDPI രംഗത്ത് വരുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് MP രാജേഷിൻ്റെ അടക്കം SDPI ജമാഅത്തെ ബന്ധമാണ് പാലക്കാട്ടെ വിജയത്തിന് കാരണം എന്ന സമർത്ഥിക്കൽ. നിങ്ങൾക്ക് മറുപടി പറയാൻ പ്രയാസമുണ്ടോ റോജി എം ജോൺ? ഞങ്ങൾക്ക് പ്രയാസമില്ല. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീരാഹുൽ വിജയിച്ചത്. ആ വിജയം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത CPMഉം BJPയും, പ്രത്യേകിച്ച് CPM, അതിനെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയിട്ട് മാത്രവുമല്ല, CPMന്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള ചില വർഗീയ ബോധപൂർവമായിട്ടുള്ളൊരു ഞാനെത്താം റോജി, എന്തോ ചില സാങ്കേതിക തരാറുണ്ട്. ശ്രീ KVS ഹരിദാസ്, ഒരു ജനാധിപത്യ പോരാട്ടമാണ്. അവിടെ ജനാധിപത്യ പോരാട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നു. അവരുടെ കയ്യിലുള്ള ആവനാഴിയുള്ള ആയുധങ്ങൾ അത്രയും എടുത്ത് ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പിൽ പോരാടുന്നു. അതിനുശേഷം ജനാധിപത്യത്തിൽ ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ, അയാൾ വിന്നറായി എമർജ് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ജനാധിപത്യ പോരാട്ടത്തിൻ്റെ രീതി. അതിനുശേഷം അത് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടുകെട്ടി വിജയിച്ചതാണ് എന്നൊക്കെ പറയുന്നത് ആ ജനവിധി അങ്ങേയറ്റം അധിക്ഷേപിക്കലല്ലേ ശ്രീ KVS ഹരിദാസ്? അത് ആ വോട്ടർമാരെ അവഹേളിക്കലല്ലേ? അല്ല ഹാഷ്മി, നമുക്ക് ചില രാഷ്ട്രീയ സഖ്യങ്ങളുണ്ടെങ്കിൽ അതിനെ പരസ്യമായിട്ട് സമ്മതിക്കാൻ ആർക്കാ പേടിക്കേണ്ടത്? എന്തിനാ അതിനും മടിക്കുന്നേ? ഇപ്പം പാലക്കാട് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫണ്ടിൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള SDPI, ഇവരൊക്കെ കോൺഗ്രസിനൊപ്പമായിരുന്നു എന്നത് പരസ്യമായ കാര്യമല്ലേ? അവർ SDPIക്കാർ പരസ്യമായ പ്രസ്താവന ഇറക്കിയില്ലേ, ഞങ്ങൾ കോൺഗ്രസിനൊപ്പമാണ്. അതിന് കാരണവും അവർ നിരത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചിട്ട് ഇന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ഇന്ന ആളെ സഹായിക്കണം എന്ന് ചില കോളുകൾ പോയിട്ടില്ലേ? ഇതൊക്കെ പാലക്കാട് ചർച്ചാ വിഷയമായതല്ലേ? അതൊക്കെ സ്വാഭാവികമായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം.
പക്ഷേ ഇത്തരം വസ്തുതകൾ നമ്മുടെയൊക്കെ സമക്ഷമുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അത് ശരിയാണെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പണ്ട് 2018 കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ നോർത്ത് കന്നഡ മേഖലയിലെ 18-19 മണ്ഡലങ്ങളിൽ SDPIക്കാർ പത്രിക കൊടുത്തിരുന്നു. അവരുടെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ സ്ഥാനാർത്ഥികൾ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് പത്രിക പിൻവലിച്ചു. പത്രിക പിൻവലിച്ചു എന്ന് മാത്രമല്ല, അവരുടെ അന്നത്തെ നിലപാടെന്തായിരുന്നു? ഞങ്ങൾ കോൺഗ്രസിനെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു. അപ്പോൾ പഴയ കാലം മുതൽ തന്നെ കോൺഗ്രസും SDPIയും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. അവർ പല തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ച സമയത്ത് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പാലക്കാട് അവരുടെയൊക്കെ പിന്തുണ കോൺഗ്രസ് നേടിയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുന്നതിൽ എന്താ എത്ര പ്രയാസം? അത് തുറന്ന് പറയട്ടെ. ഞങ്ങൾക്ക് SDPI തുറന്നു പറയാൻ തയ്യാറുണ്ടോ? ഈ പറഞ്ഞ SDPI നടത്തിയ പ്രകടനം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെയും ഇപ്പോൾ ശ്രീ KVS ഹരിദാസിന്റെയും ആരോപണം, BJPയുടെ ആരോപണം. റോജി എന്നോടാണ്. ഓക്കെ, ഹാഷ്മി, നേരത്തെ എനിക്ക് ശബ്ദം ക്ലിയർ അല്ലായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും അവർ പാലക്കാട് ഇത്രയും വലിയ BJP അവർക്ക് ശോഭാ സുരേന്ദ്രന് ലഭിച്ച വോട്ട് പോലും ഇപ്പോൾ BJPക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് അവരുടെ ശക്തി കേന്ദ്രമെന്ന് അവർ അവകാശപ്പെടുന്ന ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള, ഇനി അവർ പറയുന്ന ഭാഷയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ അവർ വലിയ തോതിലുള്ള തിരിച്ചടി അവർക്ക് നേരിട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരാജയം അവരും ഏറ്റുവാങ്ങിയിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചും അതിൻ്റെ പാളിച്ചകളെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ഭരണപരാജയമാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് കാരണമെന്നുമൊക്കെ അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവും. BJPയുടെ വോട്ട് കുറഞ്ഞതിന് അവർക്കും കണ്ടുപിടിക്കാനായിട്ട് അവരുടെ പോരായ്മയാണെന്ന് അവരാരും സമ്മതിക്കില്ലല്ലോ. അവർക്കിത് എവിടെയെങ്കിലും കൊണ്ട കെട്ടിവെക്കാനായിട്ട്, ആരുടെയെങ്കിലും തല കെട്ടിവെക്കാനായിട്ട്, പറഞ്ഞു നിൽക്കാനായിട്ട്, അവരുടെ കേഡറിനോട് പറയാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ അണികളോട് പറയാനായിട്ട് ഒരു കാരണം വേണം. ആ മുടന്തൻ ന്യായം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇത് കോൺഗ്രസിൻ്റെ UDFൻ്റെ ആധികാരികമായിട്ടുള്ള വിജയമാണ്, പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ്, പാലക്കാടിൻ്റെ മതേതര മനസ്സാണ് എന്ന് അംഗീകരിക്കാനുള്ള ആ പരാജയത്തെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു ഹൃദയവിശാലത, ജനാധിപത്യ മര്യാദ ഇല്ലാതെ CPMും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ മാത്രമാണ്. ഇനി ഞാൻ ചില വസ്തുതകളിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് ആകെ പോൾ ചെയ്യപ്പെട്ടത് ഏകദേശം 1,35,000-ഓളം വോട്ടുകളാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ നമുക്കൊരു ഈ ജാതി അല്ലെങ്കിൽ മത സമവാക്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഏകദേശം 20-21% അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആ 1,35,000 വോട്ടുകൾ പോൾ ചെയ്തതിൽ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഒരു 30,000-ഓളം വോട്ടുകളാണ് അവിടെ ഈ പറയുന്ന മുസ്ലിം വോട്ടുകൾ അതിനകത്ത് വരിക. അപ്പോൾ ആ മുസ്ലിം വോട്ടുകളിൽ ഇനി പോട്ടെ, അതിനകത്ത് 5% SDPI അനുകൂലമായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും ഹാഷ്മി? 1,500 വോട്ട് വരും. ഇനി പോട്ടെ, 10% മുസ്ലിം പോപ്പുലേഷനിൽ 10% SDPI അനുകൂല അല്ലെങ്കിൽ ജമാഅത്ത് അനുകൂല ആളുകളാണ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരും? കേവലം 3,000 വോട്ട് വരും. അതാണോ ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ പറയുന്നത് ഇനി ജമാഅത്തെ ഇസ്ലാമി അവിടെ പ്രകടനം നടത്തിയെന്ന് പറയുന്നു? ആളുകൾ ആര് പ്രകടനം നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി. ഇനി നിങ്ങൾ ആ പ്രകടനം കണ്ടോ? ഞാൻ ആ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ എല്ലായിടത്തും പരിശോധിച്ചു. 20 ആളുകൾ തികച്ചുണ്ടായിരുന്നോ? ഹാഷ്മി തന്നെ പറയും, നിങ്ങളുടെയൊക്കെ കയ്യിൽ അതിൻ്റെ ദൃശ്യങ്ങളുണ്ടാവുമല്ലോ. ഇവർ 20 ആളുകൾ തികച്ച് പ്രകടനം നടത്തുവാനായിട്ട് അവിടെ ഉണ്ടായതായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ആ ദൃശ്യങ്ങൾ പരിശോധിക്കാം. ആ 20 ആളുകളുടെ പ്രകടനം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ 20 പോലും ഇല്ല, അത് വെച്ചിട്ടാണോ ഇവർ പറയുന്നത് പാലക്കാട്ടെ വിജയം SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ അവരുടെ സംഭാവന കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം കൊണ്ടുണ്ടായ വിജയമാണെന്ന് പറഞ്ഞ് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ CPMനോട് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ രണ്ടാമത് ചോദിക്കാം. ഇപ്പോൾ ഈ KVS ഹരിദാസ് പറഞ്ഞൊരു കാര്യം ചോദിക്കട്ടെ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏത് SDPI ഉണ്ടായിട്ടാണ് അവിടെ നിങ്ങൾ ഇത്രയധികമായിട്ട് നിങ്ങൾ പിന്നോട്ട് പോയതും അവിടെ UDFന് ഇത്രയും വലിയ ചരിത്രത്തിലൊരു റെക്കോർഡ്, ഒരു ഭൂരിപക്ഷം പാലക്കാട് നഗരസഭയ്ക്കകത്ത് മാത്രം നിങ്ങൾക്ക് സർവാധിപത്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന, നിങ്ങൾ നാളുകളായിട്ട് ഭരണത്തിലിരിക്കുന്ന നഗരസഭയ്ക്കകത്ത് കോൺഗ്രസിന് ഇത്രയും വോട്ട് കിട്ടിയത് SDPIയുടെ വോട്ടുണ്ടായതുകൊണ്ടാണോ?
അവിടെ അതായത് പിന്നെ പഞ്ചായത്തുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ CPM പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ CPMന് മുമ്പിലേക്ക് ആ കണക്കുകൾ ഞാൻ ചോദിക്കുകയാണ്. എത്ര വോട്ടുണ്ടാവും അവിടെ? ഈ പറയുന്ന 30,000 വരുന്ന മുസ്ലിം പോപ്പുലേഷനകത്ത് എത്ര ശതമാനം അവർക്ക് പറയാൻ സാധിക്കും SDPI അനുകൂലമാണ് അല്ലെങ്കിൽ ജമാഅത്ത് അനുകൂലമാണ് എന്ന് പറയാൻ സാധിക്കും? ഇനി ഹരിദാസിനോട് ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ കർണാടകയുടെ ചുമതലയുള്ള ആളാണ്. ഞാൻ കർണാടകയിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മംഗലാപുരത്ത്, അതായത് ദക്ഷിണ കന്നഡ ജില്ലയിൽ SDPIയുടെ പിന്തുണയോട് കൂടിയിട്ട് BJP ഭരിക്കുന്ന പഞ്ചായത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ രേഖകൾ അതിൻ്റെ വാർത്ത സഹിതം കൃത്യമായിട്ട് ഞാനിപ്പോൾ വേണമെങ്കിൽ ഹാഷ്മിയുടെ മൊബൈലിലേക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾ SDPIയുടെ പിന്തുണയോടുകൂടി നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് അവിടെയുണ്ട്. നേരത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളെ വിജയിച്ച തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം പറഞ്ഞത് SDPIയുടെ അടക്കം വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ എന്ന് പറഞ്ഞതാണ് എൻ്റെ അറിവ്. അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അല്ലെങ്കിൽ വലിയ പരാജയം നേരിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള പോരായ്മയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഇത് മതേതരമായിട്ട് ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നുപോയി ഇത് കോൺഗ്രസിന് കിട്ടിയ UDFന് കിട്ടിയ വിജയമാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അമ്പയെ പാളിപ്പോയി, ഞങ്ങൾക്കുള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചില്ല, ഇതൊന്നും പുറത്തു പറയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഇതൊന്നും പറയാൻ സാധിക്കാതെ, ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഈ ഇത്രയും വലിയ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തത്തിന് മുടന്തൻ ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവരെല്ലാവരും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ SDPI ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇവർ പറയുന്നു. BJP പറഞ്ഞ കാര്യം അവിടെ ഇപ്പം ഞാൻ മറുപടി പറഞ്ഞല്ലോ. CPMൻ്റെ ആരോപണം എന്താണ്? ഇന്ന് പറയുന്ന ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ശ്രീ AK ബാലനും CPMൻ്റെ നേതാക്കളും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ LDF CPM അവർ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചുകൊണ്ട് നടന്നു. അവർ മുസ്ലിം ലീഗിന് പിന്നാലെ നടന്നു. ലീഗിനെ കൂടെ കിട്ടുമെന്ന് നോക്കി. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 5 സീറ്റ് വരെ വിജയിക്കാനുള്ള ശേഷി മുസ്ലിം ലീഗിനുണ്ട് എന്ന് ഇവർ പറഞ്ഞു നടന്നു. ഇതേ സാദിഖലി തങ്ങളുടെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെയും പാണക്കാട്ടെ തങ്ങൾമാരുടെയും പിന്നാലെ നടന്നു. അവർ CAA യോഗത്തിന് വിളിക്കാൻ പോകുന്നു, സർക്കാരിൻ്റെ യോഗത്തിന് വിളിക്കാൻ പോകുന്നു, അവരുടെ വീട്ടുപടിക്കൽ കാത്തുകെട്ടി കിടന്നു. അവരെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടന്നു. അവർ ന്യൂനപക്ഷ വർഗീയതയെ പുൽകാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നടപടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്വീകരിച്ചു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി LDFനുണ്ടായി, BJPക്കും ഉണ്ടായി. അവരുടെ CPMൻ്റെ പരമ്പരാഗത വോട്ടുകളിൽ ഭൂരിപക്ഷ വോട്ടുകളിൽ പോലും ഇടിവുണ്ടായി, ചോർച്ച സംഭവിച്ചു. ആ ചോർച്ച സംഭവിച്ചതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ നേരെ പ്ലേറ്റ് മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിനെതിരെയുള്ള ആരോപണം എന്താണ്? കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണ്. എൻ്റെ അടുത്ത് നിയമസഭാ രേഖകളുണ്ട്. ഇവരുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ശ്രീ ആര്യാടൻ മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ആര്യാടൻ മുഹമ്മദ് ഇപ്പോൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ മൃദു ഹിന്ദുത്വ സമീപനമാണ്, നിങ്ങൾക്ക് RSSൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ കുറ്റം പറയുന്നത് എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഹാഷ്മിക്ക് അയച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ എത്രയെത്ര അവസരങ്ങൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായിട്ട് പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയില്ലേ? ജമാഅത്തെ ഇസ്ലാമിനെ ഇവർ കൂട്ടുകൂടിയിട്ടില്ലേ? PDPയുമായിട്ട് ഇവർ കൂട്ടുകൂടിയില്ലേ? കുറിച്ച് ഇപ്പം മിണ്ടാത്തത് CPMനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ശരി, ജെക്സി തോമസ്, ഇവിടെ ചെറിയ ഭൂരിപക്ഷത്തിനല്ല പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയം. ചേലക്കരയിൽ നിങ്ങൾ ഒരു മിന്നുന്ന വിജയം നിങ്ങൾ നേടുന്നു. ആദ്യ റൗണ്ട് മുതൽ അവസാന റൗണ്ട് വരെ ഒരിക്കൽ പോലും ലീഡ് കൈവിടാതെ ഒരു മിന്നുന്ന വിജയം ചേലക്കരയിൽ നിങ്ങൾ നേടുന്നു. ആ വിജയത്തിൻ്റെ തിളക്കത്തിലും പാലക്കാട് കോൺഗ്രസ് നേടുന്ന ഒരു രാഷ്ട്രീയ വിജയത്തെ വർഗീയ വിജയമായി ചിത്രീകരിക്കൽ അങ്ങേയറ്റത്തെ വോട്ടർമാരെ അവഹേളിക്കലല്ലേ? ജനാധിപത്യ വിരുദ്ധമല്ലേ? നെറുകേടല്ലേ ജെക്സി തോമസ്? ഞാൻ പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ തെരഞ്ഞെടുപ്പിനെ ആകെ എന്തെങ്കിലും ഒന്നാക്കി ചാപ്പ കുത്താനുള്ള ഗതാശ്രമമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് അനന്തരം കേരളത്തിന് പരിചിതമല്ലാത്ത ചില പുതിയ കാഴ്ചകൾ നമ്മൾ കാണുകയല്ലേ. ഇപ്പോൾ പാലക്കാട് UDFൻ്റെ വിജയത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, വയനാട് UDFൻ്റെ വിജയത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ചേലക്കരയിലും പാലക്കാടും പരിമിതികളോടുകൂടിയെങ്കിലും ഇടതുപക്ഷത്തിനുണ്ടായ മുന്നേറ്റത്തെയൊക്കെ കണ്ണു തുറന്ന യാഥാർത്ഥ്യം എന്നതുപോലെ നമുക്കെല്ലാവർക്കും യുക്തിസഹമായി ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന എല്ലാവർക്കും അംഗീകരിക്കേണ്ടതായി വരും. പക്ഷേ ഇവിടെ ഇടതുപക്ഷം ഉയർത്തുന്ന വിമർശനം എന്താണ്? ആങ്കറുടെയും നമ്മുടെ എല്ലാവരുടെയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ് പാലക്കാട് UDFൻ്റെ വിജയമുണ്ടാകുന്നു.
ആ UDFന്റെ വിജയാനന്തരമുള്ള പാലക്കാട് നഗരഹൃദയത്തിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിലത്തെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം ആരുടേതാണ്? യൂത്ത് ലീഗിന്റെ ആയിരുന്നോ, മുസ്ലിം ലീഗിന്റെ ആയിരുന്നോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെ മറ്റ് അനുഭാവ സംഘടനകളുടെ ആരുടെയെങ്കിലും ആയിരുന്നോ? UDFന്റെ ഔദ്യോഗിക ഘടകകക്ഷി എന്ന സംശയത്തെ, ചോദ്യത്തെ പ്രബലപ്പെടുത്തുമാറ് SDPIയുടെ ചെറുപ്പക്കാർ വന്നിട്ടാണ് ആക്രോശ സമാനമായ മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിലൂടെ പ്രകടനമായി പോകുന്നത്. CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പാകെ അക്രമ സ്വഭാവത്തോടുകൂടെ അവർ വന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. ഇതിനെ തള്ളിപ്പറയേണ്ട ഉത്തരവാദിത്തം മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നമുക്ക് എല്ലാവർക്കുമില്ലേ? ആ ന്യായമായ ചോദ്യവും ആശങ്കയുമല്ലേ നമ്മൾ ഉയർത്തിയത്? തെരഞ്ഞെടുപ്പിന്റെ 100 കണക്കിന് വരുന്ന ഘട്ടങ്ങളിൽ ആദ്യമധ്യാന്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടും പാലക്കാട് നിയുക്ത MLAയോടും ഒക്കെ നമ്മൾ മാറി മാറി ചോദിച്ചു, നിങ്ങൾക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ എന്താണ് മടി? അപ്പൊ വർഗീയവാദി എന്ന് പറയുന്ന ഒരു ലേബലിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. വർഗീയവാദത്തിന്റെ കേരളത്തിലെയും പാലക്കാടെയും ഒക്കെ അനുഭവ പരിസരം എന്താണ്? അതിന്റെ രാഷ്ട്രീയ രൂപമാണ് യുവമോർച്ച, അതിന്റെ രാഷ്ട്രീയ രൂപമാണ് SDPI, അതിന്റെ രാഷ്ട്രീയ രൂപമാണ് സംഘപരിവാരം. അവരെ എതിർക്കുമ്പോൾ വർഗീയവാദത്തെ എതിർക്കുന്നു എന്ന വിശാലമായ അർത്ഥത്തിൽ ജനറലൈസ് ചെയ്ത് ചുരുക്കിക്കെട്ടി പറയുകയല്ല വേണ്ടത്. കണ്ണു തുറന്ന് മതനിരപേക്ഷ രാഷ്ട്രീയമാണ് നമ്മൾ പുലർത്തുന്നതെങ്കിൽ, നമ്മൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ പണി എന്താണ്? നമ്മൾ വെട്ടിത്തുറന്ന് അന്തസ്സോടുകൂടെ നട്ടെല്ല് നിവർത്തി നിന്ന് പറയണം, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് RSSന്റെ പിന്തുണ വേണ്ട. മതത്തെ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ മതതീവ്രവാദ സംഘത്തിൽപ്പെട്ട SDPI മുതൽ RSS വരെയുള്ളവന്റെ ഒറ്റ ഒരുത്തന്റെയും പിന്തുണയും വോട്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാവണ്ടേ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടാനും പ്രവർത്തനം നടത്താനും? അതിനു മുമ്പിൽ നട്ടെല്ല് വളച്ച് മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊളുത്താനും നല്ല രാഷ്ട്രീയമാണ്, നല്ല രാഷ്ട്രീയമാണ്, നല്ലൊരു ഐഡിയൽ രാഷ്ട്രീയമാണ് ജെയ്ക്ക് പറയുന്നത്. ജെയ്ക്ക് പറയുന്നത് നല്ല ഐഡിയൽ രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്നിപ്പോൾ VD സതീശൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി ബന്ധമില്ലേ? P മുജീബുർ റഹ്മാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പൂർവ്വകാലത്ത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉണ്ടായിട്ടില്ലേ? ജെയ്ക്ക് ഒരുപാട് ഭൂതകാലത്തൊന്നുമല്ല, ഇപ്പം P മുജീബുർ റഹ്മാൻ CPMനെ വെല്ലുവിളിച്ച് നിങ്ങൾക്ക് ജമാഅത്തിന് ബന്ധമില്ല ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഈ 2011 വരെ എന്ന് പറഞ്ഞാൽ കൃത്യം നരേന്ദ്രമോദി എവിടെയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് എത്തുന്ന സമയം വരെ അതിൻ്റെ ആയകാലത്തോളം ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ്, നിങ്ങൾക്ക് ദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ്, നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ്, നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ്, നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ പാർട്ടിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ, നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ അവർ ആഗോള ഭീകരവാദികൾ. ഇത് ഇരട്ടത്താപ്പല്ലേ? ഈ ഐഡിയൽ രാഷ്ട്രീയം പറയാനുള്ള അവകാശം CPMനുണ്ടോ ജെയ്ക്ക്? ഇപ്പോ SDPI മുതൽ RSS വരെയുള്ള തീവ്രവാദികളുടെ പിന്തുണ കൊണ്ട് ഒരു പഞ്ചായത്തിലും ഒരു പാർലമെന്റിലും ഞങ്ങൾക്ക് ജയിക്കേണ്ട എന്ന് നട്ടെല്ല് നിവർത്തി പിടിച്ച്, അല്ലാതെ മതതീവ്രവാദിയെ കാണുമ്പോൾ നട്ടെല്ല് ഊരി പാർട്ടി ഓഫീസിൽ വെച്ച്, ഏത് ലീഗ് വയനാട് മത്സരിക്കാൻ നേരത്ത് കൊടി മടക്കി പോക്കറ്റിൽ വെച്ചതുപോലെ നട്ടെല്ലൂരി പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് നിൽക്കുന്ന UDFകാരോടും കോൺഗ്രസ്സുകാരോടും മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ തിരിച്ചു പറയുന്നതാണ്, നിങ്ങൾക്ക് പണ്ടെപ്പോഴോ. അപ്പോൾ ഓർക്കണം, വിമർശനത്തിന്റെ ആദ്യ ശരം കൊള്ളുന്നത് RSSനും SDPIക്കുമാണ്, പിന്നെയേ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഉള്ളൂ. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 1996 നിങ്ങൾക്കൊരു പിന്തുണ ഉണ്ടായിരുന്നില്ലേ? 2011 പുറകിൽ വെൽഫെയർ പാർട്ടി നിങ്ങളെ പിന്തുണച്ചിരുന്നില്ലേ? എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യമായ അനുഭവം? ഈ ജമാഅത്തെ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനന്തര കാലയളവിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇല്ലായിരിക്കാം എന്ന് പറഞ്ഞു പോവല്ലേ? ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും ഭീകരവാദിയെന്നും പഴയ ഖലീഫമാരുടെ ആ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്തെ ഇസ്ലാം അമീറുമായി ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയത് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി. നിങ്ങൾ പറഞ്ഞ ഇരട്ടത്താപ്പാണ് ജെയ്ക്ക്. ഇല്ല, അവിടെയാണ് എനിക്ക് അങ്ങയോട് വിയോജിപ്പുള്ളത്. ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കാനും നൽകാനും വരുമ്പോൾ അവരോട് സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളത് പ്രസക്തമല്ലേ? ഇവിടെ എല്ലായ്പ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് 1996, എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഏപ്രിൽ മാസം 22 തിങ്കളാഴ്ച ദേശാഭിമാനി ദിനപത്രത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ്. ആ എഡിറ്റോറിയൽ തന്നെ കണ്ണു തുറന്ന് അങ്ങ് വായിച്ചു നോക്കണം. എന്ന നിലയിൽ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അങ്ങ് വായിച്ചു. തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തുകയാണ്, എഡിറ്റോറിയൽ വാഴ്ത്തുകയാണ്. കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ BJPയുടെ മുഖപത്രത്തിലോ ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തി എഡിറ്റോറിയൽ കാണിക്കാവോ? ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തി എഡിറ്റോറിയൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജെക്സി തോമസ്.
ദാ ഇവിടെ ഡൂൾ ന്യൂസിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ശ്രീരാമകൃഷ്ണൻ. ദാ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ അമീറുമായും ടി ആരിഫിലുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട്. അബ്ദുൽ അസീസുമായി പിണറായി വിജയൻ നടന്ന ചിത്രങ്ങൾ പുറത്തുണ്ട്. ദാ ഒന്നുകൂടി നവംബർ 26, 2008 ആര്യാടൻ മുഹമ്മദ് സഭയിൽ പറയുന്നു ഈ ജമാഅത്തെ ഇസ്ലാമികൾ തീവ്രവാദ ശക്തികളാണെന്ന് പറയുന്നു. അതിന് കോടിയേരി കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് കേട്ടോ. എന്താണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്തുകൊണ്ടാണ് ഇത് ഇന്ന് പറഞ്ഞത്? ഒരുപക്ഷെ ഇന്നലത്തെ റാലി ആയിരിക്കും എന്ന് പറയാൻ കാരണം എല്ലാ ബോംബ് സ്ഫോടനത്തിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് സമർത്ഥിച്ചത്. ഇവിടെ നടക്കുന്ന എല്ലാ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവനയുമായി ശ്രീ ആര്യാടൻ മുഹമ്മദ് രംഗത്ത് വന്ന് എന്തിനാണ് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയമുണ്ട്. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ സ്വീകരിക്കാൻ പോകുന്ന മൃദു ഹിന്ദുത്വമാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ കുറേ മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വാങ്ങാൻ വേണ്ടി നടക്കുന്ന അണിയറ നീക്കം, അതിൻ്റെ ഭാഗമായി നടക്കുന്ന പൊളിറ്റിക്സ് ആണ് ശ്രീ ആര്യാടൻ മുഹമ്മദിലൂടെ പുറത്തു വന്നത്. സഭാരേഖ ജെ.സി. തോമസ് എന്ന് പറഞ്ഞാൽ സഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം, MP ഗോവിന്ദൻ അടക്കം, MP രാജേഷ് അടക്കം, ജെ.സി. തോമസ് അടക്കം തീവ്രവാദ ശക്തികൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആര്യാടൻ മുഹമ്മദ് സഭയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ശക്തിയുക്തം ചെറുത്ത ആളുടെ വാക്യം വായിക്കുകയാണ് കോടിയേരിയുടെ. നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ശക്തികളെന്ന് പറയാൻ കഴിയുക ജയിക്കെ? ഓക്കെ, എന്റെ ചോദ്യവും നമ്മുടെ ചർച്ചയുടെ ആകത്തുകയും ഇപ്പൊ ഇടതുപക്ഷത്തിന് പൂർവ്വകാലത്തിലുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലേക്ക് ആരോപിക്കുകയല്ലല്ലോ, ഉണ്ടല്ലോ. ഇരിക്കട്ടെ, ഉണ്ടെന്ന് ആരോപിക്കലല്ല. നക്ഷത്ര വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വോട്ട് വാങ്ങിയവരാണ്. ആ വോട്ട് വാങ്ങിയതിന് ഈ മുഖ്യമന്ത്രി നന്ദി പറഞ്ഞതാണ്. നിങ്ങൾ അതിന്റെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ്. പൂർവ്വകാലത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ജമാഅത്തുമായി ജയിക്കെ. എന്നിട്ട് പിന്നെയും പറയാണ് ഉണ്ടെന്നും ഇല്ലെന്നും ആരോപിക്കാന്ന്. തെളിവും രേഖയും പുറത്തുള്ളതല്ലേ? അല്ല, അങ്ങയുടെ ഭാഗം പറഞ്ഞല്ലോ. അങ്ങയുടെ സ്റ്റാൻഡ് അങ്ങ് ഇപ്പൊ 2 തവണ ആവർത്തിച്ചു. താങ്കൾക്ക് കാണാമെങ്കിൽ, താങ്കൾക്ക് അവിടെ സ്ക്രീൻ ഉണ്ടെങ്കിൽ കാണാമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇന്ന് വർഗീയ എന്താണ് ആഗോള വർഗീയ ശക്തി എന്ന് ജമാഅത്തെ ഇസ്ലാം വിളിച്ച അതേ അമീറുമായി ഇതേ പിണറായി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ. ഈ കൂടിക്കാഴ്ച പറ്റി രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചു. അന്ന് പിണറായി ചോദിച്ചു, ജമാഅത്തിന്റെ നേതാക്കൾ വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി? അന്ന് ജമാഅത്തിന് വേണ്ടി ബാറ്റ് ചെയ്തത് നിങ്ങളാണ് ജയിക്കെ. എന്ന് നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ചപ്പോൾ അവർ മഹാഭീകരവാദികളല്ലേ? കഷ്ടമല്ലേ? ഇനി എനിക്ക് മറുപടി പറയാൻ അവസരം നൽകുമോ, അതോ അങ്ങയുടെ തന്നെ ഗിരിപ്രഭാഷണം തുടർന്ന് ഞാൻ ഇത് കേൾക്കണോ? എന്താ വേണ്ടേ? അല്ല, അങ്ങയുടെ ഗിരിപ്രഭാഷണം തുടങ്ങോളൂ. അല്ല, കാരണം എന്റെ ഭാഗം അങ്ങയുടെ ചോദ്യത്തോടുള്ള എന്റെ പ്രതികരണം പറയാൻ 2 തവണ ആരംഭിച്ചപ്പോഴും അങ്ങ് ഒരേ കാര്യം ഇപ്പോഴത്തെ തവണ കൂടി 3ാമത്തെ തവണ അങ്ങയുടെ PCR സംശയം ഉണ്ടോ ചോദിച്ചാൽ മതി. 3ാമത്തെ തവണ ഒരേ കാര്യം ഇരുന്ന് ആവർത്തിക്കുകയാണ്. അങ്ങയുടെ ചോദ്യത്തിനും സന്ദേഹത്തിനും എനിക്ക് എന്റെ മറുപടി പറയാൻ അങ്ങ് അവസരം നൽകുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചോദിക്കേണ്ടതായി വന്നത്. അത് മര്യാദയുള്ളതാണോ? ഞാൻ 1996 ഏപ്രിൽ മാസം 22 എനിക്ക് ഇവിടെ സ്ക്രീൻ ലഭ്യമല്ല. അങ്ങ് ഇതുപോലെ തന്നെ എഡിറ്റോറിയൽ ഒരു ഭാഗം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അങ്ങയുടെ സ്ക്രീനിൽ അങ്ങ് കാണിക്കാമോ? ആ എഡിറ്റോറിയലിന്റെ ഭാഗമായിട്ട് എഡിറ്റോറിയൽ മുഴുവൻ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തനം എന്നല്ല അങ്ങ് വായിച്ചിട്ടുണ്ടോ? അങ്ങ് സൂചിപ്പിച്ച ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ് കേരളത്തിൽ മറ്റാരും വാഴ്ത്തിപ്പാടിയിട്ടില്ലാത്തതുപോലെ പാർട്ടി മുഖപത്രം ജമാഅത്തെ ഇസ്ലാമിയെ വാഴ്ത്തിപ്പാടി എന്ന ആങ്കർ എന്ന നിലയിൽ അങ്ങ് വിശകലനം ചെയ്ത, അങ്ങ് സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആ എഡിറ്റോറിയൽ പൂർണ്ണമായും അങ്ങ് വായിച്ചിട്ടുണ്ടോ? ആ എഡിറ്റോറിയലിന്റെ 4ാമത്തെ പാരഗ്രാഫിന്റെ തുടക്കവാചകം എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അങ്ങയുടെ സ്ക്രീനിൽ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങ് കാണിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ അങ്ങ് പറഞ്ഞ വാഴ്ത്തിപ്പാടലിന്റെ ഇടതുപക്ഷ ടോൺ പ്രേക്ഷകരൊന്ന് കേട്ടുകൊള്ളണം എങ്ങനെയാണെന്ന് കേട്ടോ. ലോകത്തെവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നും മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഏതാ വാഴ്ത്തിപ്പാടലിന്റെ CPIM ടോൺ ആങ്കർ പറഞ്ഞത് പ്രേക്ഷകരൊന്ന് കേട്ടോ. ആ എഡിറ്റോറിയൽ തന്നെ ഇത് 24ന്റെ സ്ക്രീനിൽ കാണിക്കുന്ന ലോകത്തെവിടെയും പാർട്ടി മുഖപത്രത്തിലെ എഡിറ്റോറിയൽ എന്തിനാ? നിങ്ങൾക്ക് പിന്തുണ നൽകി ജയിക്കെ. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാം പിന്തുണ നൽകി. അന്ന് വർഗീയ പ്രസ്ഥാനമാണ്, അന്ന് ആഗോള ഭീകര പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ധൈര്യം കാണിച്ചോ ജയിക്കുന്ന പാർട്ടി? ഇല്ല. അന്ന് അത് വാങ്ങി പെട്ടിയിലിട്ടു. അന്ന് പുകഴ്ത്തിപ്പാടി. ഒരൊറ്റ മിനിറ്റ് അങ്ങേക്ക് പരിചയമുള്ള ശബ്ദം കേൾപ്പിക്കാം. അങ്ങേക്ക് പരിചയമുള്ള ശബ്ദം ഞാൻ കേൾപ്പിക്കാം. ഒറ്റ മിനിറ്റ് അങ്ങേക്ക് പരിചയമുള്ള ശബ്ദം ഞാൻ കേൾപ്പിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേൾപ്പിക്കോ? അങ്ങേക്ക് പരിചയമുള്ള ശബ്ദം ഞാൻ കേൾപ്പിക്കാന്നേ. ശബ്ദം കേൾപ്പിക്കാം. അതേ ഗോൾ പോസ്റ്റാ. മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDPയെ പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്.
അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം UDF നടത്തിയിരുന്നു. പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റ് ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDP പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം UDF നടത്തിയിരുന്നു. പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. എന്ന് പറഞ്ഞാൽ ഇന്ന് ആഗോള ഭീകരശക്തികളായ ജമാഅത്തെ ഇസ്ലാമി 2006 നൽകിയ സഹായത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ, അന്നത്തെ പാർട്ടി സെക്രട്ടറി ജെക്സി തോമസ്. അന്നിവർ ഭീകരവാദികളല്ലേ? അന്നിവർ റിവൈവലിസ്റ്റുകളല്ലേ? അന്നിവർ ഖലീഫുമാരുടെ പഴയകാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദികളല്ലേ? ഇരട്ടത്താപ്പിന് പരിധിയില്ലേ ജയിക്കെ? അല്ല, നിക്ക് ആങ്കറുടെ ആകെ സന്ദേഹം അങ്ങയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അങ്ങിപ്പോ 4ാമത്തെ തവണ ഒരേ കാര്യം ആവർത്തിക്കുന്നു. സ്വാഭാവികമാണ്, ആങ്കർക്കുള്ള സൗകര്യവും പ്രിവിലേജും ഉപയോഗിച്ച് അങ്ങ് 40-40 തവണ ആവർത്തിച്ചോ. ഇത് അനിവാര്യമായ ഒരു ദുരന്തം വന്നതുപോലെയാണല്ലോ നമ്മളൊക്കെ ഇതിനുവേണ്ടി ഇരുന്ന് തരാൻ വേണ്ടി പുറപ്പെടുന്നത്. പക്ഷെ പ്രത്യേകത എന്താണ്? ആങ്കർ ആദ്യം പറഞ്ഞു തുടങ്ങിയത് എഡിറ്റോറിയലിനെ സംബന്ധിച്ചാണ്. ഈ കേരളത്തിൽ ദേശാഭിമാനി എന്ന പാർട്ടി പത്രം ഒഴികെ ബാക്കി അവതാരം പാടിപ്പുകഴ്ത്തി എന്നാണ് എഡിറ്റോറിയലിനെ സംബന്ധിച്ച് ആങ്കർ പറഞ്ഞത്. ആ എഡിറ്റോറിയലിലെ വാക്കാണ് ഏത്? ഇടതുപക്ഷത്തിന്റെ പാടിപ്പുകഴ്ത്തലിന്റെ വാക്കാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. 1996 ഏപ്രിൽ മാസം 22 തിങ്കളാഴ്ച പാടിപ്പുകഴ്ത്തിയത്. എഡിറ്റോറിയൽ ശ്രദ്ധേയമായ തീരുമാനം എന്താണ്? ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം. ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ ശ്ലാഘിക്കലല്ലേ എഡിറ്റോറിയൽ? ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ. ഏത് തീരുമാനമാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്ന വർഗീയ ശക്തികളായ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയ തീരുമാനം? JK, ഇരട്ടത്താപ്പിന് പരിധിയില്ലേ? ആങ്കറോട് ഞാൻ അതാ തിരികെ ചോദിക്കുന്നത്. നിങ്ങൾ പാടിപ്പുകഴ്ത്തി എന്ന് പറയുന്ന എഡിറ്റോറിയലിലെ വാചകമല്ല ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇസ്ലാമിക മതവീക്ഷണത്തിലൂടെ ആ എഡിറ്റോറിയൽ നിങ്ങൾ എന്തിനാ എഴുതിയത്? നിങ്ങൾക്ക് പിന്തുണ നൽകിയതിനെ ശ്ലാഘിക്കാനാണ് എഡിറ്റോറിയൽ അല്ലേ? ആണോ? ആ എഡിറ്റോറിയൽ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു ആയിക്കോട്ടെ, പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടാണ്. നിങ്ങളുടെ പാർട്ടിക്ക് നൽകിയ പിന്തുണയെ ശ്ലാഘിക്കുന്നു. എന്താണ് 2 ശ്രദ്ധേയമായ തീരുമാനങ്ങൾ? ഒന്നെന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, ഒന്ന് KCBCയുടെ പിന്തുണ അല്ലേ? JK, ആ എഡിറ്റോറിയൽ എന്തെഴുതിയാൽ എന്ത് പ്രസക്തി? ഇനി എനിക്ക് പറയാമോ? പറയൂ. എഡിറ്റോറിയൽ എന്ത് എഴുതിയാൽ എന്ത് പ്രസക്തി എന്ന് പറയുന്നത് എഡിറ്റോറിയൽ എഴുതപ്പെട്ടതിന്റെ പേരിലാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങ് സൂചിപ്പിച്ച പ്രകാരമുള്ള ആ എഡിറ്റോറിയലിൽ ശ്ലാഘിച്ച, അവതാരം കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സുഖിപ്പിച്ച ഇടതുപക്ഷ പാർട്ടി മുഖപത്രത്തിന്റെ വരികളാണ് ഞാൻ ഉദ്ധരിച്ചത്. ആ എഡിറ്റോറിയലിലെ അതേ വരികൾ, ആ വരികൾ എന്താ പറയുന്നത്? പാടിപ്പുകഴ്ത്തലിന്റെ ഇടതുപക്ഷ മോഡലല്ലേ നിങ്ങൾ കേട്ടത്? ലോകത്ത് എവിടെ പ്രശ്നങ്ങളും സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും ഇസ്ലാമിക മതവീക്ഷണത്തിലൂടെ മാത്രം അതിനെ കാണുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. എഴുതിയ ദേശാഭിമാനിയിൽ 2006 നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ് പിണറായി വിജയൻ. ഈ 96 ഈ മുഖപത്രത്തിൽ എഴുതിയ താങ്കൾ ഈ പറയുന്ന പോലെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന 2006 നൽകിയ പിന്തുണയ്ക്ക് ഇവിടെ പിണറായി വിജയൻ ഇരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ. പിണറായി വിജയൻ പറയുകയാണ്, മുസ്ലിം സംഘടനകൾക്കകത്തെ ജമാഅത്തെ ഇസ്ലാമി, PDP പോലുള്ള സംഘടനകൾ ഞങ്ങൾക്കൊന്ന് കൂട്ടുനിന്നു. ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായി. ഈ മഹാന്മാരും മഹതികളും ആ പ്രലോഭനങ്ങളിൽ വീണില്ല. വാഴ്ത്തിപ്പാടലല്ലേ JK? ഇനിയും വേണോ? പാലിൽ മൂന്നിട്ട് പറഞ്ഞത് വേണോ? ഇനിയും വേണോ? എത്രയെത്ര നേതാക്കൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിയതിന്റെ രേഖാപരമായ തെളിവില്ലേ JK? എല്ലാം അങ്ങ് ഇല്ലാതാവോ നിങ്ങൾ പറഞ്ഞ? അങ്ങ് ആവർത്തിച്ച 6ാമത്തെ തവണയോ മറ്റോ ആണ് അങ്ങ് അതേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങ് പാടിപ്പുകഴ്ത്തിയെന്നും അവദാനം പറഞ്ഞു എന്നും പറയുന്ന അതേ എഡിറ്റോറിയലിലെ വാചകത്തെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അങ്ങേക്ക് സന്ദേഹമില്ല, അങ്ങേക്ക് ചോദ്യങ്ങളില്ല. പിന്നെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ജമാഅത്ത് മാത്രമല്ലല്ലോ, ഇവിടെ പ്രൈമറി സംഘം ജമാഅത്ത് വിട്ടോ? SDPI മുതൽ ജമാഅത്തെ ഇസ്ലാമി വരെ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയിരുന്ന പിന്തുണ സ്വീകരിച്ചില്ലേ UDFന്റെ സ്ഥാനാർത്ഥി? അപ്പോഴാണല്ലോ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായി വരുന്നത്. പരസ്യമായി നോട്ടീസ് അച്ചടിച്ചിറക്കുന്നു. SDPI ജമാഅത്ത് വിട്ടെങ്കിലൊക്കെ ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ ഒരേ മിനിറ്റ് ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ ഈ SDP ഈ ജമാഅത്തെ ഇസ്ലാം ഭീകരവാദികളെന്ന് പറഞ്ഞപ്പോൾ കൊടിയേരി ഭാഷ എഴുന്നേറ്റു. എന്താ പറഞ്ഞേ? അത് ആര്യാടന്റെ രാഷ്ട്രീയ ലക്ഷ്യം. എന്താണ് കാരണം? അത് മൃദുഹിന്ദുത്വം,
10 വോട്ടുകൾ RSL വാങ്ങാൻ വേണ്ടി സഭയ്ക്കുള്ളിൽ ജമാഅത്തെ ഇസ്ലാമി അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ ആരാ? കോടിയേരി. ജമാഅത്ത് വിട്ടെങ്കിൽ ഞാൻ കൂടുതൽ തെളിവുകൾ നിർത്തുന്നില്ല. ഉണ്ടെങ്കിൽ ഇനിയും പറയാം. പാലൊളി പറഞ്ഞ് ബൈറ്റ് കേൾപ്പിക്കാം. ഇവിടെ എന്താണ് പി ശ്രീരാമകൃഷ്ണന്റെ ഡൂൾ ന്യൂസിൽ കിടക്കുന്ന ഇപ്പോൾ ലിങ്ക് ഞാൻ അയച്ചു തരാം, സഭാരേഖ ഞാൻ അയച്ചു തരാം. ജയിക്കെ, നിങ്ങൾക്ക് ഈ അടുത്ത കാലം വരെ വളരെ അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങളുമായി ബന്ധം പിരിയുമ്പോൾ കൊടിയ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ നാട് കാണില്ലേ ഇതൊക്കെ? അങ്ങ് ഇപ്പൊ ഞാൻ തിരിച്ച് അങ്ങയോട് ചോദിച്ചു, SDPI അച്ചടിച്ച് വിതരണം ചെയ്ത ലഘുലേഖയെ സംബന്ധിച്ച്, SDPI നടത്തിയ പ്രകടനത്തെ സംബന്ധിച്ച്, അതിനെയൊക്കെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആകെ പറയാനുള്ളത് മുമ്പൊരു കാലയളവിൽ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചു എന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളൊക്കെ വിശകലനം ചെയ്ത 96-ലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും ആ എഡിറ്റോറിയലിൽ ദേശാഭിമാനിയും CPIഎമ്മിന്റെ സ്വീകരിച്ച സമീപനത്തെ സംബന്ധിച്ച് ഞാൻ തിരികെ ചോദിച്ചു. ജമാഅത്തെ ഇസ്ലാമി വിട്ടോ SDPIയിൽ കേന്ദ്രീകരിച്ചു? എഡിറ്റോറിയൽ മാത്രമാണ് പറഞ്ഞത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയതിന് താങ്ക്സ് പറഞ്ഞ് നിങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ എഡിറ്റോറിയൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അമീറുമായി നടത്തിയ കൂടിക്കാഴ്ച, അത് ചോദ്യം ചെയ്ത് രമേശ് ചെന്നിത്തലയോട് എന്തിനാണ് അത്ര വേവലാതി എന്ന പിണറായി വിജയന്റെ ചോദ്യം, സഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ജമാഅത്തെ ഇസ്ലാമിയെ ശ്ലാഘിക്കുന്നത്, പാലളി മുഹമ്മദ് വോട്ട് കിട്ടിയെന്ന കാര്യം അവിടെ തുറന്നു പറയുന്നത്, ഇവിടെ എന്താണ് സാക്ഷാൽ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയ കാര്യം തുറന്ന് സംബന്ധിച്ച് നന്ദി പറയുന്നത്. JK, ഇതൊക്കെ തെളിവുകളല്ലേ? രേഖാപരവും ദൃശ്യവും ശ്രാവ്യവുമായ തെളിവുകളല്ലേ? ഇതൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആഗോള ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് കാപട്യമല്ലേ JK? അങ്ങ് 7 തവണ അങ്ങ് ഒരേ കാര്യം ആവർത്തിച്ചു. ഞാൻ അങ്ങയോട് തിരികെ ചോദിച്ചു. ഞാൻ ആ എഡിറ്റോറിയലിലെ ഭാഗവും വായിച്ചു കേൾപ്പിച്ചു. എഡിറ്റോറിയൽ JK നിങ്ങളുടെ ദുർബലമായ കച്ചുത്തുരുമ്പിൽ പിടിക്കലാണ് JK. ദുർബലമായ കച്ചുത്തുരുമ്പിൽ JK പിടിക്കലാണ്. അതിന് കാരണം എന്താണ്? ആ എഡിറ്റോറിയൽ തന്നെ എന്തിനാണ്? സാറേ, ആ എഡിറ്റോറിയൽ എന്തെഴുതുമായിക്കോട്ടെ, ആ എഡിറ്റോറിയലെ വരികൾ എന്തുമായിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പാർട്ടി മുഖപത്രത്തിൽ എഡിറ്റോറിയൽ മാറ്റിയിട്ടവരാണ് നിങ്ങൾ അല്ലേ? മറ്റൊരു പത്രം അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണ് ജമാഅത്തെ എഡിറ്റോറിയൽ മാറ്റിയിട്ടാണ് എന്റെ പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പാർട്ടി മുഖപത്രത്തിൽ എഡിറ്റോറിയൽ സ്പേസ് മാറ്റിയിട്ട ഏക പത്രം നിങ്ങളാണ്. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം അല്ലാതെ. ആ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് CPIഎമ്മിന്റെ പത്രം എഴുതിയ വരികളാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങേക്ക് മിണ്ടാട്ടമില്ലല്ലോ. എന്ന് ചോദിക്കുമ്പോൾ അങ്ങേക്ക് മിണ്ടാട്ടമില്ലല്ലോ. SDPIയുടെ നോട്ടീസ് അച്ചടിച്ചിറക്കി പള്ളികളായ പള്ളികൾ തോറും വിതരണം ചെയ്ത് SDPIയുടെ പിന്തുണ വാങ്ങി SDPI ആഹ്ലാദ പ്രകടനം നടത്തിയതിനെ തള്ളിപ്പറയാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങേക്ക് മിണ്ടാട്ടമില്ലല്ലോ. അതിനെക്കുറിച്ച് അങ്ങ് എന്താ പറയാത്തത്? ഉരിയാടാൻ റോജിയോട് ചോദ്യം SDPIയോട് നിങ്ങൾക്ക് SDPIയോട് CPIഎമ്മിന് തൊട്ടുകൂടായ്മയാണോ? SDPIക്ക് CPIഎമ്മിനോട് തൊട്ടുകൂടായ്മയാണോ? അങ്ങയുടെ അനുഭവം എന്താ? JKനോട് ചോദിക്കുകയാണ്. SDPIയുമായി CPIഎമ്മിന് ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലേ? ഏത് ബന്ധം? ഏത് കാലയളവിൽ? കോട്ടാങ്ങൽ പഞ്ചായത്ത് ഈ മണിക്കൂർ ഭരിക്കുന്നത് ആരുടെ പിന്തുണയിലാണ് JK? അഭിമന്യുവിനെ കൊന്ന പ്രതിയുടെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഈ സമയം ഭരിക്കുന്ന ആരുടെ പിന്തുണയിലാണ്? ഈ മണിക്കൂർ ഭരിക്കുന്ന ആരുടെ പിന്തുണയിലാണ്? പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അമീന ഹൈദരാലി ജയിച്ചത് എങ്ങനെയാണ്? മാധ്യമ പ്രവർത്തനം നടത്തില്ല. അയ്യേ, അതൊക്കെ വിട്, അതൊക്കെ കൈവെക്ക്. JC തോമസ് കോട്ടാങ്ങൽ, പത്തനംതിട്ടയിൽ കോട്ടാങ്ങലിൽ പാർട്ടി വിളിച്ചു ചോദിക്കുക. JK പ്രകോപനാവണ്ട, ഞാൻ വസ്തുതയാ പറയുന്നത്. JK പ്രകോപനാവണ്ട, ഞാൻ വസ്തുതയാ പറയുന്നത്. JK പ്രകോപനാണ്, ഞാൻ വസ്തുതയാ പറയുന്നത്. കോടതി വിധി എന്താ? അതിനെ കുറിച്ച് അറിയുമോ? എന്താ? അല്ല, കോട്ടാങ്കൽ പഞ്ചായത്ത് എത്ര തവണ SDPI പിന്തുണയുടെ പേരിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾക്കൊള്ളുന്ന LDF ഭരണസമിതി രാജിവെച്ച് പോന്നു. അതിനെ സംബന്ധിച്ച് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതിയുടെ പ്രതികരണം എന്തായിരുന്നു? കുപ്പായവും ഇട്ടിട്ട് യൂണിവേഴ്സിറ്റി നിലവിൽ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ? പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ അമീന ഹൈദർ ജയിച്ചത് എങ്ങനെയാണ്? ആരുടെ പിന്തുണയിലാണ്? ചിത്രം കാണിക്കണോ? പത്തനംതിട്ട മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അമീന ഹൈദർ ജയിച്ചത് ആരുടെ പിന്തുണയിലാണ്? ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെയും പിന്തുണ വാങ്ങിയിട്ട് കേരളത്തിൽ എവിടെയും ഭരിക്കുന്നില്ല. കോട്ടാങ്ങലിൽ ഭരിക്കുന്നു ഇപ്പോൾ. കോട്ടാങ്ങലിൽ ഭരിക്കുന്നു ഇപ്പോൾ. JC തോമസ്, ഞാൻ വസ്തുത പറയുമ്പോൾ പ്രകോപനമായിട്ട് കാര്യമില്ല. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഇപ്പോൾ ഭരിക്കുന്നു. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ നിലവിൽ CPM ഭരിക്കുന്നത് SDPI അംഗത്തിന്റെ പിന്തുണയോടാണ്.
പത്തനംതിട്ട മുനിസിപ്പൽ അമീന ഹൈദർ ജയിച്ചത് SDPI പിന്തുണയിലാണ്. തെളിവ് വേണോ? ഞാൻ അങ്ങോട് ആവർത്തിച്ച് പറയുന്നു, കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം വന്നപ്പോഴൊക്കെ എത്ര തവണ LDF രാജിവെച്ച് പോന്നു. അതേ തുടർന്ന് കേസ് വന്നപ്പോൾ കോടതിയിൽ നിന്നുണ്ടായ പ്രതികരണം എന്താ? പത്തനംതിട്ട നഗരസഭയിൽ SDPIയുടെ പിന്തുണ ഇല്ലാതെ തന്നെയാണ് എന്ന് 1000 തവണ തെളിവുകളോട് കൂടെ തന്നെ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ ചർച്ച നടത്തി അംഗീകരിച്ചിട്ടുള്ളതാണ്. എനിക്ക് വിനീതമായ അഭ്യർത്ഥന അങ്ങയോടുള്ളത്, ദയവായി UDFന്റെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വിവരക്കേട് വിളമ്പാൻ നിൽക്കുന്ന ഒരാളായി ഒരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അല്ല, ആധികാരികമായി പറയുന്നതാണ്. അങ്ങൊന്ന് വിളിച്ചു ചോദിക്കൂ. അവിടെ CPM പലയാവർത്തി രാജിവെച്ച് SDPI പിന്തുണയാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ നിലവിൽ ഭരിക്കുന്നത് SDPI പിന്തുണയിലാണ്. അത് വസ്തുതാപരമായി അവിടെ നടക്കുമ്പോൾ ജയിക്കുമെന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അമീന ഹൈദർ ചിത്രം അയച്ചു തരണോ? SDPI പിന്തുണയിൽ വോട്ടഭ്യർത്ഥി ചിത്രം അയച്ചു തരണോ? ഒരു വാട്സാപ്പ് ന്യൂസ് വേണ്ട, എൻ്റെ നാടാ ജയിക്ക്. ഒരു വാട്സാപ്പ് ന്യൂസ് വേണ്ട, എൻ്റെ നാടാ ജയിക്കൊന്ന് വിളിച്ചു ചോദിക്കുക, ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കുക. കോട്ടാങ്ങളിൽ ഭരിക്കുന്ന SDPI പിന്തുണ അല്ലേ എന്ന് ജസ്റ്റ് ഒറ്റ കോളി അറിയാലോ. പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അങ്ങൊന്ന് വിളിച്ചു ചോദിക്കുക. എനിക്ക് വിളിച്ചു ചോദിക്കണം, എനിക്ക് സംശയമില്ല. ജയിക്ക് സംശയമുള്ള ജയിക്കാനാണ്. ജയിക്ക് വിളിച്ചു ചോദിക്കൂ, അപ്പോഴത്തേക്കും തിരിച്ചെത്തും. ഞാൻ രാഹുലിനെ കണ്ടിട്ടുണ്ട്. സംശയമുണ്ട്, ഒന്ന് ജസ്റ്റ് വിളിച്ചു ചോദിക്കൂ. ഞാൻ ജസ്റ്റ് ഇടപെടലേക്ക് പോവാം. അപ്പൊ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കൂ. ഞാൻ രാഹുലിനെ കണ്ടു. ശരി. ഇന്നലെ നമ്മൾ കേരളം കണ്ടൊരു ദൃശ്യം, SDPI UDFന്റെ വിജയാഹ്ലാദം നടത്തുന്നതും അതിൻ്റെ ആദ്യത്തെ അവകാശം ഉന്നയിക്കുന്നതുമാണ്. ആദ്യത്തെ ആഹ്ലാദ പ്രകടനം SDPIയുടേതാണ്. CPIMൻ്റെ ഓഫീസിന് മുമ്പിൽ ആക്രോശിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് UDF വിജയം ആഘോഷിച്ചത് SDPI ആണ്. ഏത് SDPI ആണെന്ന് ഓർക്കണം. കേരളമാകെ ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിക്കുന്ന പാലക്കാട്ട് RSSനോട് മത്സരിച്ച് കൊലപാതക പരമ്പര നടത്തിയ അതേ SDPI, ഇതുവരെ അണിയറയിൽ നിന്നിരുന്ന SDPIക്ക് പരസ്യമായി ഞങ്ങളാണ് നിങ്ങളെ വിജയിപ്പിച്ചതെന്ന് പറഞ്ഞ് രംഗത്ത് വരാനുള്ള ധൈര്യം ഈ തെരഞ്ഞെടുപ്പ് വിജയം കൊടുത്തിരിക്കുന്നു എന്നാണ്, പാലക്കാട്ട് വിജയം കൊടുത്തിരിക്കുന്നു എന്നാണ്. SDPI ആദ്യം ഒരു ചിത്രം പുറത്തുവിട്ടിരിക്കുന്നു. ആ ചിത്രം ഇതാണ്. ആ ചിത്രം UDFൻ്റെ സ്ഥാനാർത്ഥിയെ ഇരുവശത്തും SDPIക്കാർ വളഞ്ഞ് തോളിൽ കൈയിട്ട് നിൽക്കുന്നതാണ്. ആ തോളിൽ കൈയിട്ട SDPI നേതാവിൻ്റെ കയ്യിൽ കാണുന്നത് UDFന് വേണ്ടി പരസ്യമായി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് വീടാന്തരം എത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ അങ്ങോട്ട് പോകുന്ന തിരക്കിലാണെന്ന് അറിയാം. എങ്കിൽ കൂടിയും ആ മിന്നുന്ന വിജയത്തിന്, പാലക്കാടൻ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തിൻ്റെ മിന്നുന്ന വിജയത്തിന് അഭിനന്ദനങ്ങൾ. രാഹുൽ, ആ മിന്നുന്ന വിജയത്തിനിടയിലും ഇന്നിപ്പോൾ CPMൻ്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് SDPI ജമാഅത്തെ ഇസ്ലാമി വർഗീയ ബന്ധത്തിൻ്റെ വിജയമാണെന്നാണ്. മാറ്റേതെങ്കിലും തരത്തിൽ കുറയ്ക്കുന്നുണ്ടോ രാഹുൽ? മാറ്റ് കുറയ്ക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും മിനിമം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, ഞങ്ങൾ തിരുത്തും, ജനങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പഠിക്കും എന്ന് പറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ഇവർ പഠിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകാത്തത്, ഇപ്പോൾ ഇവരെന്തെല്ലാം വർഗീയതകളാണ് ആരോപിക്കുന്നത്. ഇപ്പം ഒരു വശത്ത് പറയുന്നു RSSുമായി ഡീലുണ്ടാക്കി. ഏതാണ്? BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ ശ്രീ MB രാജേഷിൻ്റെ വാക്കിനെ മറുപടിയെങ്കിൽ എനിക്ക് മറുപടിയൊന്നുമില്ല. അദ്ദേഹമാണ് ആധികാരികമായിട്ട് പറഞ്ഞത് ഇത് വടകര ഡീലാണ്. വടകര ഡീൽ എന്ന് പറഞ്ഞാൽ എന്താ? വടകരയിലും UDF ജയിക്കുക, പാലക്കാടും UDF ജയിക്കുക എന്നുള്ളതാണ് ഡീലെങ്കിൽ കേരളം മുഴുവൻ ഡീലുണ്ട്. കാരണം ഞങ്ങളെല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അപ്പം ശ്രീ MB രാജേഷ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിന്നാമിനിങ്ങിൻ്റെ ആയുസ് പോലും ഇല്ലാത്ത പ്രസ്താവനകൾക്കും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും ഒന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വിട്ടേരെ. ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഹാഷ്മി, ഏത് മേഖലയിലാണ് പാലക്കാട് UDFന് ഭൂരിപക്ഷം ഇല്ലാത്തത്? പാലക്കാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി UDFനെ വിജയിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിനയം ഉണ്ടാവുകയാണ്, ഞങ്ങൾക്ക് കൂടുതൽ എളിമയുണ്ടാകുകയാണ്. കാരണം വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെപ്പോലെ തുടക്കക്കാരന് പാലക്കാട് വലിയ അംഗീകാരം അവസരം തരികയാണ്. അപ്പോൾ എന്നെ അത് കൂടുതൽ വിനയാന്വതനാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വീട് കയറി വർഗീയത പറഞ്ഞ ഇടങ്ങളാണ് മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിൽ UDFന് പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. BJP സ്ഥാനാർത്ഥി നേരിട്ട് പോയി സമരത്തിൽ പങ്കെടുത്ത സ്ഥലമാണ് മുനമ്പം. ആ മുനമ്പം പാലക്കാട് കൊണ്ടുവന്ന് കത്തിക്കാൻ നോക്കി.
ആ മുനമ്പത്ത് കത്തുമോ എന്ന് നോക്കിയിരുന്ന ആ മേഖലയുണ്ടല്ലോ, ആ മേഖലയിലും UDF വലിയ ഭൂരിപക്ഷം. ഇനിയും CPM 2 പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വർഗീയത ഇളക്കി വിടാൻ നോക്കിയല്ലോ, ആ മേഖലകളിലും വലിയ ഭൂരിപക്ഷം UDF. അങ്ങനെ ഈ BJPയും CPMഉം മത്സരിച്ച് വർഗീയത പറഞ്ഞ മേഖലകളിലെല്ലാം UDF ഭൂരിപക്ഷം. അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖല, ഇനി മതം പറയുന്നത് ശരിയല്ല, പാലക്കാടിൻ്റെ പൊതുവായിട്ടുള്ളൊരു വിധിയെ ഹിന്ദു ഭൂരിപക്ഷ മേഖല എടുത്തോ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല എടുത്തോ, ഇസ്ലാം ഭൂരിപക്ഷ മേഖല എടുത്തോ, എല്ലാ ഭൂരിപക്ഷ മേഖലയിലും UDF സമഗ്രാധിപത്യം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയത കൊണ്ടൊക്കെയാണ് ജയിച്ചതെന്ന് അല്ല രാഹുൽ, ഈ ഖുറാനിൽ തൊട്ട് 2026 സത്യം ജയിച്ചു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുൻ മന്ത്രി AK ബാലനാണ്, CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് AK ബാലനാണ്. അങ്ങനെ ഉണ്ടായോ? ഖുറാനിൽ തൊട്ട് സത്യം ജയിച്ചു എന്നൊക്കെയാണ് AK ബാലൻ എന്ന് പറയുന്നത്. പിന്നെ അങ്ങൊരു പ്രാക്ടീസിങ് മുസ്ലിമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അങ്ങയുടെ കുടുംബം നല്ല വിശ്വാസ കുടുംബമാണ്, എനിക്ക് നല്ല നേരിട്ടറിയുന്ന കുടുംബമാണല്ലോ. ഈ അങ്ങയുടെ കുടുംബത്തിൽ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നൊരു വ്യവസ്ഥയെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ അറിവിലില്ല. വിശുദ്ധ ഖുറാനെ തൊട്ട് വിശുദ്ധ ഖുറാനെ തൊട്ട് സത്യം ചെയ്യുക, വിശുദ്ധ ഖുറാനെ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്ന വ്യവസ്ഥ ഒരു മുസ്ലിം കുടുംബത്തിലും ഞാനിതുവരെ കേട്ടിട്ടില്ല. ഞാൻ എത്രയോ കാലമായിട്ട് മുസ്ലിം സമൂഹം, എല്ലാ സമൂഹമായിട്ട് ഇടപെടുന്ന ഒരാളാണ്, മുസ്ലിം സമൂഹമായിട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ഞാനിതുവരെ കേട്ടിട്ടില്ല ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിച്ചു. ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ പറയട്ടെ ശ്രീ ഹാഷ്മി, എനിക്ക് പ്രയാസമില്ല. കാരണം പാലക്കാടിൻ്റെ പൊതുവായ ജനവിധിയെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് ഇവർ പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ 2026 തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ആരംഭിച്ചു, എന്നെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഇവരും ആരംഭിക്കുന്നതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ, എന്നിട്ട് ആ മേഖലയിൽ എന്തായി? ആ മേഖലയിൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായില്ലേ? ഇനിയും ഇവർക്ക് വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരുമിച്ച് ഒരു വർഗീയത പറയാൻ വേണ്ടിയിട്ട് പോയല്ലോ, ആ വീടുകളിൽ എന്തായി വോട്ട്? അവിടെ നമുക്ക് വലിയ ഭൂരിപക്ഷമല്ലേ? അതുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും മത്സരിച്ച് വർഗീയത പറയട്ടെ. ഇപ്പം ഒരു കാര്യമുള്ളത്, ഇപ്പോൾ RSS വർഗീയത പറയുമ്പം എനിക്കിവരോടുള്ളൊരു അഭ്യർത്ഥന, ഇവർ കേൾക്കാനൊന്നും സാധ്യതയില്ല. ഇപ്പോൾ കേരളത്തിൽ CPM നയിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ശ്രീ പിണറായി വിജയനും ശ്രീ MV ഗോവിന്ദനും, 2 പേർക്കും എൻ്റെ മൊത്തപ്രായത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ അനുഭവം, എൻ്റെ മൊത്തപ്രായത്തിൻ്റെ ഇരട്ടിയോളം വരും രാഷ്ട്രീയ അനുഭവം 2 പേരുടെയും. ആ 2 പേരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്ന് പറയും. അതല്ലാതെ വർഗീയത RSS ജയിക്കാൻ വേണ്ടിയിട്ട് ചർച്ചയിലേക്ക് ഇടുകയല്ല. പക്ഷേ ജയിക്ക് ആദ്യഘട്ടത്തിൽ പറയായിരുന്നു ഈ ഇലക്ഷനുടനീളം SDPI വോട്ട് വേണ്ട എന്ന് ധൈര്യമായി പറയാൻ UDF സ്ഥാനാർത്ഥിയോട് പലയാവർത്തി ചോദിച്ചു. UDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ബോധമാണെങ്കിൽ ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ സമീപിച്ചുകൂടായിരുന്നോ? ഞാനാണെങ്കിലേ വളരെ കൃത്യമായി എന്നോട്, അതായത് ഈ ചർച്ചയും ചോദ്യമൊക്കെ പിന്നീട് ഉണ്ടാകുന്നതല്ലേ, അങ്ങാണ് എന്നോട് ആദ്യം ചോദിച്ചത്, ഓർക്കുന്നുണ്ടെന്നറിയില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം, അന്നൊരു ചർച്ചയില്ലല്ലോ, വേറൊരു സ്ഥാനാർത്ഥി ഫീൽഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യൻ്റെ വോട്ട് എനിക്ക് വേണ്ട, വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യൻ്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. താങ്കൾ പറഞ്ഞാണ്. പക്ഷേ SDPI വോട്ട് വേണമെന്ന് സ്പെസിഫിക് ആയ ചോദ്യത്തിന് മറുപടി ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, താങ്കൾ രാഹുൽ തന്റെ ചർച്ചയിൽ പറഞ്ഞതാണ്, ശരിയാണ്. പക്ഷേ SDPI വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിന് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം SDPI വർഗീയമല്ല എന്നുള്ളൊരു അഭിപ്രായം ഇവർക്കുണ്ടോ? ഇനി 2, ഞാൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നില്ല, അത് ശ്രീ റോജി എം ജോൺ തന്നെ പറയും. ഈ SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്നാ ഐത്തം തുടങ്ങിയത്? മുക്കം മുനിസിപ്പാലിറ്റി തൊട്ടു മുമ്പത്തെ, അതായത് ഇപ്പം നടന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് ഭരിച്ചത് CPMഉം വെൽഫെയർ പാർട്ടിയും കൂടെ അല്ലേ? അന്ന് വെൽഫെയർ പാർട്ടി വിശുദ്ധ വെൽഫെയർ പാർട്ടിയാണ്. ഇനിയും ഇവിടെ ശ്രീ ജയിക്ക്, ഞാൻ ആ ചർച്ചയിലേക്ക് കിടക്കുന്നില്ല, അത് ശ്രീ റോജി എം ജോൺ തന്നെ മറുപടി പറയും. എനിക്കും വേറെ 1-2 പരിപാടികളുണ്ട്, മറ്റൊരു ദിവസത്തെ ചർച്ചയിൽ വിശദമായിട്ട് സംസാരിക്കാം. കോട്ടാങ്ങൽ, ഇപ്പം ഇവിടെ ഇരിക്കുന്ന കോട്ടാങ്ങലിനെ പറ്റി, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ പറ്റി ആധികാരികമായി എനിക്കും അങ്ങേക്കുമുള്ള അറിവ് വേറെ ആർക്കും ഇല്ലല്ലോ, നമ്മൾ രണ്ടും പത്തനംതിട്ടക്കാരാണല്ലോ. അപ്പം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒന്നിച്ചല്ലേ പ്രകടനം നടത്തി SDPIയും CPMഉം കൂടെ? ഇവിടെ ഇപ്പോൾ SDPI പ്രകടനം നടത്തിയെന്ന് പറയുന്നു. ഇപ്പോൾ SDPIയുടെ പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, UDFൻ്റെ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഒരു സംഘടന അവർ പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് SP ആയിട്ടല്ല. അപ്പം SDPIയുടെ പ്രകടനം നിരോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് നിരോധിക്കേണ്ടുന്ന ഉത്തരവാദിത്തം പാലക്കാട് SPയുടെ ആഭ്യന്തര വകുപ്പിൻ്റേതാണ്, അതെൻ്റെ പണിയല്ല. എന്നെ ജനങ്ങളുടെ ജനപ്രതിയായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആ പണി മാത്രമേ എനിക്ക് ചെയ്യാൻ ബാധ്യതയുള്ളൂ. 2 അന്ന് ഒരുമിച്ച് പ്രകടനം നടത്തിയില്ലേ SDPIയും CPMഉം കൂടെ ചേർന്നിട്ട്? അപ്പം ഞാനതുകൊണ്ട് ആ രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നത്, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ,
ഇനിയും SDPI പിന്തുണയിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണോ പാലക്കാട്? അങ്ങ് പറയൂ. പാലക്കാടിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന് UDF ലീഡ് വരിക എങ്ങനെയുണ്ടാവുക? അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, BJPക്ക് വോട്ട് കുറഞ്ഞതിന് ഇങ്ങനെ കരയാതെ. BJP കരയുന്നത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെന്തിനാ ഇങ്ങനെ കരയുന്നത്? BJP എൻ്റെ ആഗ്രഹം നിങ്ങൾ BJPയോടൊപ്പം ചേർന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതെത്താൻ കഴിയുമായിരുന്നു. നിങ്ങൾ BJPക്കൊപ്പം ചേർന്ന് നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ ശബ്ദം ഒരേപോലെ ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾ മൂന്നാമത് പോകുന്ന സാഹചര്യം ഉണ്ടായത് വീണ്ടും. ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷയായിരുന്നു, താങ്കൾ യാത്രയില്ല, അതുകൊണ്ട് വൈകിയതാണ്. ഒരിക്കൽ കൂടി ഇരിക്കണം, എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി ചോദിക്കാണ്ട് ഇപ്പോൾ നമുക്ക് സമയമില്ല, രാഹുലിന് സമയമില്ല. ഓക്കെ, ഞാൻ തിരികെ എത്തും. ഞാൻ ജയിക്കിലേക്ക് മറുപടിക്ക് എത്തും. അതിന് മുമ്പ് KVS ഹരിദാസ്, ഇവിടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ SDPIക്ക് പരമാവധി എത്ര വോട്ടുണ്ടാവും? 1000-ൽ താഴെ വോട്ടേ ഉള്ളൂ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ SDPIക്ക് പരമാവധി. അവർ ഒരിക്കൽ എപ്പോഴും തനിച്ച് മത്സരിച്ച 10-300 വോട്ട് 600 വോട്ട് അവർക്ക് കിട്ടിയേ. ജമാഅത്ത് ഇസ്ലാമിക്ക് കേരളത്തിൽ മൊത്തത്തിൽ 3000 വോട്ടേ ഉള്ളൂ. കേരളത്തിൽ മൊത്തത്തിൽ 3000 അംഗങ്ങളാണ് ജമാഅത്ത് ഇസ്ലാം പാർട്ടിക്കുള്ളത്. വെൽഫെയർ പാർട്ടിക്ക് എത്ര വരും? ഈ പറയുന്ന 10-300 വോട്ട് എല്ലാം കൂടി ഒരു സ്ഥാനാർത്ഥിക്ക് പോയി എന്ന് വെക്ക്. KVS ഹരിദാസ് ഒരു ഇലക്ഷന് ശേഷം ഒരു ജനാധിപത്യ വിജയത്തെ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് CPM ആണെങ്കിലും BJP ആണെങ്കിലും ആ വോട്ടർമാരുടെ ചെയ്യുന്ന അവഹേളനമല്ലേ KVS? അല്ല ഹാഷ്മി, വോട്ട് എത്രയുണ്ടെന്നുള്ളതല്ല പ്രശ്നം. ഓരോ പാർട്ടിയുടെയും നിലപാടുകളില്ലേ? പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും കൂടെ നിൽക്കേണ്ടതുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ ഇവരെ ആക്ഷേപിച്ചിട്ട് അതിനൊപ്പം പോകേണ്ടതുണ്ടോ? ഇതാണ് പ്രശ്നം. അതിന് വോട്ടിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല, ചില നിലപാടുകളുടെ പ്രശ്നമാണ്. ആ നിലപാടുകൾ ഇവർക്കുണ്ടായിരുന്നോ? ഞാൻ നേരത്തെ കോൺഗ്രസ്സുകാരോടും ചോദിച്ചത് തന്നെയല്ലേ. അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും കൂടെ കർണാടകത്തിൽ മത്സരിച്ചിരുന്നു. കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ കേരളത്തിൽ ജയിക്ക് പലതും പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസവും ജയിക്കിനെ ഓർമ്മിപ്പിച്ചു. പണ്ട് അബ്ദുൽ നാസർ മദിനയെ ഗാന്ധിയായിട്ട് ഓർമ്മിച്ചിട്ട് ലേശാമാനിൽ ലേഖനം എഴുതിയ ആളാണ് EMS നമ്പൂരിപ്പാട്. അപ്പോൾ അങ്ങനെയുള്ള മഹത്തായ പാരമ്പര്യമൊക്കെ ഇവിടെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു നിലപാടാണോ? ഇത്തരം ദേശവിരുദ്ധം എന്ന് പലപ്പോഴും ജനങ്ങൾ കണ്ടിട്ടുള്ള, രാജ്യം ചിത്രീകരിച്ചിട്ടുള്ള ശക്തികളോടൊപ്പം നിൽക്കാമോ? അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണോ? ആണെങ്കിൽ ആയിക്കോട്ടെ. പണ്ട് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് മേടിച്ചിട്ടുണ്ട്. പോയിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടുകാരെ കൊണ്ട് പ്രചരണം നടത്തിയിട്ടുണ്ട് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത്. അതൊക്കെ കോൺഗ്രസ്സുകാരുടെ പാരമ്പര്യമാണ്. ഏത് കാലത്തും അവരത് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും വ്യത്യസ്തരൊന്നും അല്ല. അത് നമ്മൾ കാണണം. ആ രാഷ്ട്രീയ തട്ടിപ്പാണ് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്. അതേ ഉള്ളൂ ഞങ്ങൾക്ക് നിലപാട്. അവരുടെ വോട്ട് എത്രയെന്നുള്ളതല്ല പ്രശ്നം, നിലപാടുകളാണ്. ശരി, അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ PDPയും ഇവിടുത്തെ SDPയും ഒക്കെ വർഗീയതയാണ് പറയുന്നത് പറയും നിങ്ങളുടെ വാദപ്രകാരം. ഇനി കശ്മീരിലെ PDP അവർ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആരോപണം. ഈ വർഗീയതയേക്കാൾ വലുതല്ലേ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത്? അവരുമായി കൂട്ടിയെന്ന് പരിചയപ്പെടാട്ടോ നിങ്ങൾ. പോട്ടെ, അതിലൂടെ ഡീറ്റെയിൽ ഇപ്പോൾ സമയമില്ല, അതുകൊണ്ടാണ്. ജെക്സി തോമസ്, നേരത്തെ രാഹുലിനും റോജിക്കും KVSനും മറുപടി, എനിക്കും മറുപടി. തീർച്ചയായിട്ടും. അതായത് അതിന് തൊട്ട് മുമ്പ് അങ്ങയുടെ അവസരം ഉപയോഗിച്ച് കോൺഗ്രസ് പ്രതിനിധികളും നമ്മുടെ നാട്ടിൽ മറ്റു ചില ആളുകളും പ്രചരിപ്പിക്കാറുള്ള പച്ചക്കള്ളം, കാക്കാസിന് വിലയില്ലാത്ത വിവരക്കേട് 24-ന് ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പറഞ്ഞത് എന്താണ്? പത്തനംതിട്ട നഗരസഭയും കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തും ഇടതുപക്ഷത്തിന് പിന്തുണ SDPI ആണെന്നല്ലേ? പത്തനംതിട്ടക്കാരനായ അങ്ങ്, മുമ്പ് പത്തനംതിട്ടക്കാരൻ എന്ന ലേബലിൽ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത പാലക്കാട് നിയുക്ത MLA ഏതാണ്ട് ഇതേ കാര്യം പത്തനംതിട്ടക്കാരെന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവത്തോടു കൂടെ ആവർത്തിക്കുന്നത് കണ്ടു. പാലക്കാട് നിയുക്ത MLA ഈ കള്ളം പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം അദ്ദേഹത്തിന്റെ പൂർവ്വകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഭവം നമുക്കറിയാം. പക്ഷേ കാക്കാസിന് വിലയില്ലാത്ത കോൺഗ്രസ് സൈബർ ഇടത്തിലെ പച്ച നുണ, ഒരു വിവരക്കേട് അങ്ങ് പറയാൻ പാടുണ്ടായിരുന്നോ? അങ്ങ് സൂചിപ്പിച്ച ആമിന ഹൈദർ ആരാ? ഞാൻ പത്തനംതിട്ടക്കാരനല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഗതികേട് എനിക്കുണ്ടാവുകയല്ലേ? ആമിന ഹൈദർ 2015-20 കാലയളവിൽ എൻ്റെ സ്ഥലമല്ലാത്ത ആങ്കറുടെയും പാലക്കാട് നിയുക്ത MLAയുടെയും സ്ഥലമായ പത്തനംതിട്ട നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അവരുടെ ജീവിത പങ്കാളി ഹൈദറിന്റെ മരണാനന്തരം ആമിന ഹൈദർ അല്ല സാറേ കോൺഗ്രസ് നേതാവ്, ഹൈദർ ആയിരുന്നു കോൺഗ്രസ് നേതാവ്. അവരുടെ ഭാര്യയാണ് ആമിന ഹൈദർ. ആമിന ഹൈദർ വിജയിച്ചത് എങ്ങനെയാണ്? ഇനി പറയൂ. കാൽക്കാസിന് വിലയില്ലാത്ത വിവരക്കേട്, കള്ളത്തരം എന്നൊക്കെ താങ്കൾ തട്ടി മൂളിക്കുന്നുണ്ടല്ലോ. ആമിന ഹൈദർ ജയിച്ചത് ആരുടെ പിന്തുണയിലാണ്? ജയിക്കേ അങ്ങ് നോക്ക്
പത്തനംതിട്ട നഗരസഭ UDF LDF 3, സ്വതന്ത്രർ 3, SDPI 3. ആമിന ഹൈദറിന്റെ പോസ്റ്ററാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ SDPI പിന്തുണയോട് കൂടിയിട്ടല്ല, കോൺഗ്രസ് ഞാൻ ചിത്രം കാണിച്ചു തരട്ടെ, ചിത്രം കാണിച്ച സമ്മതിക്കോ? ഈ പടം താങ്കൾ സ്ക്രീൻ കാണില്ലെന്നായിരിക്കും, താങ്കൾക്ക് സ്ക്രീൻ കാണില്ലെന്നായിരിക്കും. ആമിന ഹൈദർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന PFI പ്രവർത്തകരുമായി വോട്ട് ചോദിക്കുന്ന ഫോട്ടോ ഞാൻ കാണിക്കാം. എന്നിട്ട് കാൽക്കാസിന് വിലയിരുത്തി കള്ളമെന്ന് പറയാണോ, വായിത്തോന്ന് പറയാണോ? ഞാൻ എന്റെ ഉത്തരബോധ്യത്തിൽ പറഞ്ഞ ആമിന ഹൈദർ വിജയിക്കുന്ന SDPI പിന്തുണയിലാണ്. SDPI പിന്തുണച്ച ആമിന ഹൈദർ അവിടുത്തെ ഉപാധ്യക്ഷയാണ് അല്ലേ? കോട്ടാങ്ങൽ ഇപ്പോൾ ഭരിക്കുന്നത് SDPI പിന്തുണയിലാണ്. ഉത്തരബോധ്യത്തിൽ പറയുന്ന കാൽക്കാസിന് വിലയില്ലാത്ത കള്ളോ? മറുപടി ഇല്ലെങ്കിൽ അധിക്ഷേപിക്കുകയാണോ ജയിക്കേണ്ടേ? പുറത്താക്കിക്കൊണ്ടുള്ള അവരുടെ പത്രക്കുറിപ്പ് കണ്ടില്ലേ? എന്താ ജയിക്ക് കാര്യം മനസ്സിലാക്കുക. അത് ഞാൻ പറഞ്ഞുതരാം പുറത്താക്കിക്കൊണ്ടുള്ള പത്രക്കുറിപ്പ് അങ്ങ് കണ്ടില്ലേ? എന്റെ പൊന്നു ജഗ, ഞാൻ പറഞ്ഞുതരാം. അതായത് ആമിന ഹൈദറിന്റെ ഭർത്താവാണ് ഹൈദർ, കോൺഗ്രസ് പ്രവർത്തകനാണ്, മരിച്ചു. ആമിനയ്ക്ക് സീറ്റ് കൊടുത്തില്ല. ആമിന സ്വതന്ത്രയെ മത്സരിച്ചു. എങ്ങനെ മത്സരിച്ചു? SDPI പിന്തുണയിൽ സ്വതന്ത്രയെ മത്സരിച്ചു. LDF അധികാരത്തിൽ, അവിടെ CPM അധികാരത്തിലേക്ക് വന്നു, എടുത്തു വെച്ചു. എവിടെ? ഉപാധ്യക്ഷ. അതാണ് കഥ. അല്ലാതെ പത്രത്തിൽ വായിച്ച കാര്യം മാത്രം നോക്കി പറയല്ലേ, അല്ല ഗൂഗിൾ മാത്രം നോക്കല്ലേ. ഗൂഗിൾ അല്ലെന്ന് ജയിക്ക് ഉള്ള കാര്യം ഉള്ളതോട് പറയുമ്പോ എന്തോ വ്യാഖ്യാനിക്കല്ലേ ഇരുന്ന്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഡീറ്റെയിലായി പറഞ്ഞുതരാം. കോൺഗ്രസ് റിബലായി മത്സരിച്ചയാൾക്ക് SDPI പിന്തുണയുണ്ടായിരുന്നുള്ളത് അങ്ങയുടെ വ്യാഖ്യാനം. കോൺഗ്രസ് അവർ SDPI അതുകൊണ്ടാണോ? കോൺഗ്രസ് റിബലായി മത്സരിച്ച ആളല്ലേ, അവർ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നത് അല്ലെന്നേ. ആമിന ഹൈദർ ജയിക്കുന്ന ആരുടെ പിന്തുണയില്ല? ഈ ചിത്രം കാണിക്കാവോ? ഈ ചിത്രം സൂം ചെയ്ത് കാണിക്കാവോ? ക്യാമറ ഈ ചിത്രം സൂം ചെയ്ത് കാണിക്കാവോ? ജയിക്കിന് കാണാൻ പറ്റുമെങ്കിൽ സാറേ, ആമിന ഹൈദർ അവിടുത്തെ SDPIക്ക് പിന്തുണയുള്ള സ്ഥലത്ത് നിന്ന് ജയിക്കുകയാണ്. അവിടെ ചുട്ടിപ്പാറ ജയിക്കുകയാണ്. അവിടെ ജയിക്കുന്നത് എങ്ങനെയാണ്? SDPIയുടെ ഒന്നാം തരം പിന്തുണയിൽ. അവർക്ക് വോട്ടഭ്യർത്ഥിച്ച ആരാണ്? SDPI അല്ല, PFI. കോൺഗ്രസ് പുറത്താക്കിയ ചിത്രം PFI SDPI അല്ല, ഇപ്പൊ നിരോധിച്ച PFI വോട്ടഭ്യർത്ഥിച്ച് വന്നേ. ഇതൊക്കെ അറിയാത്തവരാണ് അവിടുത്തെ CPM അല്ലല്ലോ. എന്നിട്ട് കാൽക്കാസിന് വിലയില്ലാത്ത കള്ളമെന്നോ? ജയിക്കാൻ മറുപടി ഇല്ലെങ്കിൽ അധിക്ഷേപമല്ല വേണ്ടത്. ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ ചരിത്രം. എന്ത് ജയിക്കെ പറയുന്നത് വസ്തുതാപരമാവട്ടെ. പറയുന്നത് വസ്തുതാപരമാവ്. ആമിന ഹൈദർ അവിടുത്തെ റിബലായിരുന്നു. എന്തുകൊണ്ടാണ് റിബലായത്? കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. ആമിന ഹൈദറിനെ കൊണ്ടു നടന്ന് ജയിപ്പിച്ചത് ആരാണ്? SDPI PFI. അവിടെ ഉപാധ്യക്ഷയാക്കി വെച്ചിരിക്കുന്ന ആരാണ്? CPM. കോട്ടാങ്ങലിൽ 2 തവണ നിങ്ങൾ രാജിവെച്ചു. ശരിയാണ്, 2 തവണ രാജിവെച്ചു. BJP വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ചിത്രം കാണിക്കല്ലേ, തെളിവ് കാണിക്കല്ലേ. ഞാൻ തെളിവ് കാണിക്കല്ലേ. ഇവിടെ PFI ചേർന്ന് വോട്ട് ചോദിക്കുന്ന തെളിവ് ഉള്ള ചിത്രവും തെളിവും ഞാൻ കാണിക്കുകയാണ്. ആ മേഖലയെ പറ്റി നന്നായി അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ ആ ചിത്രം കാണിക്കുകയാണ്. എന്താ പറഞ്ഞത്? കോൺഗ്രസ് റിബലായി മത്സരിച്ചതാണോ താങ്കളുടെ മറുപടി? ശരിയാ, താങ്കൾ ഒന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. അവർ ജയിക്കുന്നത് എങ്ങനെയാണ്? അവർ ജയിക്കുന്ന SDPIയുടെ പിന്തുണയിലാണ്. സംശയമുണ്ടോ? ഞാൻ തെളിവ് തരാം. 1 അല്ല 3 തെളിവ് തരാം. അറിയാത്ത കാര്യം പറയല്ലേ. ഞാൻ അവിടെയാണ് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത്. കോൺഗ്രസ് റിബലായി അവർ മത്സരിക്കുന്നതും അവർ ജയിക്കുന്നതും, കോൺഗ്രസിനെ റിബലായി മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നടപടിയെടുക്കുന്നതും, ഈ അവർ അടങ്ങുന്ന 3 സ്വതന്ത്രർ പത്തനംതിട്ട നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും, കോൺഗ്രസ് വിമതരുടെ പിന്തുണയോട് കൂടെ ഇടതുപക്ഷം ഭരണത്തിൽ എന്ന് മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള അങ്ങയുടെ ഇതാണ് പ്രശ്നം. പത്രത്തിൽ കാണുന്ന വാർത്തയും ഗൂഗിൾ മാത്രം നോക്കല്ലേ. ഇതാണ് പ്രശ്നം. ഗൂഗിൾ മാത്രം നോക്കല്ലേ. താങ്കൾ ജസ്റ്റ് അവിടുന്ന് ഫോൺ വിളിക്കൂ. ആമിന ഹൈദർ SDPI പിന്തുണയോടെ അല്ല ജയിച്ചതെന്ന് ചോദിക്കൂ. അവരാണെന്ന് പറയും. ജയിക്കെ വിളിച്ചു ചോദിച്ചിട്ട് അതല്ലേ പറഞ്ഞ ബ്രേക്കിൽ ഞാൻ വിളിച്ചു നോക്കിയാൽ പറഞ്ഞില്ലേ? അല്ല, ഞാൻ വിളിച്ചു തരാം. ഞാൻ ആളെ വിളിച്ചു തരാം. SDPI ചിഹ്നത്തിൽ വിജയിച്ച ഷമീർ എന്ന് പറയുന്ന SDPIയുടെ കൗൺസിലറാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസ് SDPI അംഗങ്ങളുടെ കൂടെ പിന്തുണയിലാണ് ഇവർ ഭരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് റിബലായി മത്സരിച്ചത്? ഷമീർ എങ്ങനെയാണ്? അപ്പൊ ഷമീർ എങ്ങനെയാണ്?
അതോടൊപ്പം ഷമീർ SDPI കൗൺസിലർ ഷമീർ ആണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ഷമീർ ആവുന്നത് എങ്ങനെയാണ്? വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ഷമീർ ആവുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഒരു പഞ്ചായത്ത് മാത്രം എടുത്ത് ഞാൻ വലിയ ആനക്കാര്യവാക്കല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ആനക്കാര്യവാക്കല്ല. അടക്കമുള്ള 3 ആളുകളുടെ കൂടെ പിന്തുണ ഞാൻ ചിത്രം കാണിക്കുകയാണ്. അവിടെ പത്തനംതിട്ട നഗരസഭയിൽ ആമിന ഹൈദർ ഇപ്പോൾ ജയിലിൽ കിടക്കണമെന്ന് ഞാൻ കരുതുന്ന PFI പ്രവർത്തകർക്കൊപ്പം വോട്ട് പിടിക്കുന്ന ചിത്രം ഞാൻ കാണിക്കുകയാണ്. ഞാൻ ജയിക്കിനോട് അയച്ചു തരാം. അതുകൊണ്ട് മറുപടി ആവുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചിത്രമൊക്കെ തെളിവ് വരുമ്പോഴത്തേക്ക് റിബലാണല്ലോ മറുപടി ആവുന്നില്ലല്ലോ. അവിടുത്തെ CPMമാർക്ക് അറിയാത്തതല്ലോ. അവിടുത്തെ CPMമാർക്ക് അറിയാത്തതാണോ ആമിന ഹൈദർ ജയിച്ചത് SDPI പിന്തുണ അറിയാത്തതല്ലോ. ഷമീർ എന്ന് പറഞ്ഞ SDPI സ്ഥാനാർത്ഥി നിങ്ങളുടെ വിദ്യാഭ്യാസ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി ഇപ്പോഴാണോ കുറച്ച് നേരത്തെയാണോ? SDPIയുടെ അംഗത്വത്തിലുള്ള ഒരാളും പത്തനംതിട്ടയിലല്ല കേരളത്തിൽ എവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. പക്ഷെ ഒന്നുകൂടി പഠിക്കൂ. ശരി ഓക്കെ പത്തനംതിട്ട ഒന്നുകൂടി പഠിക്കൂ. പത്തനംതിട്ടയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ജയിക്കാൻ നമ്മൾ ആധികാരികമായി കാര്യങ്ങൾ പഠിച്ച് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. പോട്ടെ, ഞാനത് ആനക്കാര്യമേ പറഞ്ഞതുമല്ല, ഞാനത് ആനക്കാര്യമേ എടുത്ത് കാണിച്ചതുമല്ല. നിങ്ങൾ ഇത്രത്തോളം ഒന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. താങ്ക് യു. അയാൾ SDPIക്കാരനാകുമോ? എന്താ ആങ്കറുടെ അഭിപ്രായം? യുക്തി വെച്ചിട്ടാണെങ്കിൽ SDPI വോട്ട് ചെയ്തു എന്നുള്ളതല്ലേ? അല്ലെ പോപ്പുലർ ഫ്രണ്ട് പിന്തുണച്ചതല്ലേ? പാലക്കാട് കോൺഗ്രസിനെ പോപ്പുലർ ഫ്രണ്ട് പിന്തുണച്ചില്ലേ? അപ്പൊ വെച്ചിട്ടാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി പിണറായി വിജയൻ കണ്ടു. ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ ഇവരെ ഒരേ ലൈനിലാണോ കിട്ടുന്നത്? നിങ്ങൾ ഇവരെ ഒരേ ലൈനിൽ കിട്ടുകയല്ലേ? ഒരു പ്രവർത്തനവുമായി നിന്നതാണോ പ്രധാനം? ഈ വർഗീയ സംഘടനയുടെ തലവനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയാണോ പ്രധാനം? ലോജിക്ക് വേണ്ടേ പറയുന്നത്? PFIയുടെ പിന്തുണ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ. ഇതല്ലേ അങ്ങയുടെ ആക്ഷേപം? പാലക്കാട് MLA SDPIക്കാരനാകുമോ? അങ്ങയുടെ അഭിപ്രായം എന്താ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? അതേ അളവ് ഞാൻ തിരിച്ചു വയ്ക്കുന്നു. പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? അമീറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോ അമീറുമായി കണ്ട പിണറായി ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ? ഇതല്ല അങ്ങയുടെ ആക്ഷേപം. ജമാഅത്ത് ഇസ്ലാമി അമീറിനെ കണ്ട പിണറായി ജമാഅത്ത് ഇസ്ലാമിക്കാരനാണോ? അങ്ങനാണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. വെറും UDFന്റെ അനൗദ്യോഗിക പ്രവർത്തകനായി മറുപടി ഉത്തരം മുട്ടുമ്പോ എന്തെല്ലോ പറയല്ലേ ജയിക്കേ. വിട്ടേക്കു. പത്തനംതിട്ട ഒന്നുകൂടെ പഠിക്കൂ. അല്ല ഞാൻ അയച്ചു തരാം. ഞാൻ എല്ലാ രേഖയും ഞാൻ അയച്ചു തരും. ജയിക്കെ എല്ലാ രേഖയും അയച്ചു തരും. സമയം ഓക്കെ എന്റെ സമയം കഴിയണം. ക്ഷമിക്കണം. ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്ക് നന്ദി.